ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വിശ്വാസി, ഒരു ഹൈന്ദവ വിശ്വാസി അവൻ്റെ ഹൈന്ദവ ജീവിത കാലയളവിൽ ചെയ്യുന്ന ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചാണ്. ആ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വിശ്വാസി അവൻ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന വഴിപാടുകളെക്കുറിച്ച് ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നാം ഓരോരുത്തരും ഓരോരോ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പല പല വഴിപാടുകൾ ചെയ്യാറുണ്ട്. പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില ആളുകൾ ഒരുപാട് വഴിപാടുകൾ ചെയ്യുന്നത്. എന്നാൽ ചിലർ വളരെ തന്മയത്വത്തോടുകൂടെ ചെറിയ ചെറിയ വഴിപാടുകൾ മാത്രമാണ് ചെയ്യുന്നത്. ശരിക്കും എന്തിനാണ് നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ ചെയ്യുന്നത്? ഈ വഴിപാടുകൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ ഈ ഒരു കാര്യസാധ്യങ്ങൾക്ക് ഈ ഒരു വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ? ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളിതൊന്നും ചിന്തിക്കാതെ ചില ആളുകൾ ഒരു ക്ഷേത്രത്തിൽ പോന്നു വന്നാൽ വഴിപാട് കഴിച്ചേക്കാം, അങ്ങനെ ചെയ്യുന്ന ആളുകളുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വഴിപാടിനെക്കുറിച്ച് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ശരിക്കും നമ്മുടെ ഗുണത്തിനും അഭീഷ്ട സിദ്ധിക്കും വേണ്ടി നമ്മൾ നമ്മുടെ ഭഗവാന്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്ന സ്മരണയാണ് ഈ വഴിപാടുകൾ എന്ന് പറയുന്നത്. വഴിപാടെന്ന വാക്കിൻ്റെ ശരിയായ ഒരു അർത്ഥം തന്നെ ആരാധന എന്നാണ്. അതേപോലെ തന്നെ വഴിപാട് യഥാർത്ഥത്തിൽ ഒരു പൂജയുടെ ഭാഗം തന്നെയാണ്. ഒരു ക്ഷേത്രത്തിൽ അവിടുത്തെ പ്രതിഷ്ഠയായ ദേവതയ്ക്കോ ദേവനോ സമർപ്പിക്കുന്ന പൂജയുടെ ഒരു ഭാഗമാണ് ആ ഒരു വഴിപാട്. തൻ്റെ ഭക്തനെ പൂജയിൽ ഭാഗികമായോ പൂർണ്ണമായോ ഭാഗമാക്കി തീർക്കുന്നതിനുള്ളൊരു ഉപാധിയാണ് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഈ വഴിപാട് എന്ന് പറയുന്ന ഒരു ഉപാധി. ഭക്തി നിർഭരമായ ഒരു മനസ്സുകൊണ്ട് നമ്മൾ നമ്മുടെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് നമ്മുടെ മനസ്സർപ്പിച്ചുകൊണ്ട് നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്ന വഴിപാടുകൾ ഉറപ്പായും പൂർണ്ണ ഫലം തന്നെ ചെയ്യും. അങ്ങനെ ഒരുപാട് എത്രയോ അനുഭവങ്ങൾ പലരും പറഞ്ഞ് നമ്മൾ കേട്ടിരിക്കുന്നു. നമ്മളിൽ പലർക്കും എത്രയോ അനുഭവങ്ങൾ പലപ്പോഴും ബോധ്യമായിട്ടുണ്ട്. നമ്മൾ വെറുതെ പ്രാർത്ഥിക്കുന്നതിൻ്റെ 10 ഇരട്ടി ഫലം വഴിപാടുകൾ കഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെയും പല പല സംഭവങ്ങൾ നമുക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ ചുറ്റുമുള്ള പലരും പറഞ്ഞ് നമ്മൾ അതിൽ കേട്ടറിവിലുമുണ്ട്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ പൊതുവേ നടത്തപ്പെടുന്ന ഒരുപാട് വഴിപാടുകളെ പറ്റി നമുക്കറിയാം. എന്നാലും ഈ വഴിപാടുകളെ നമുക്ക് പ്രധാനമായും 6 ഭാഗങ്ങളായിട്ട് തിരിക്കാൻ സാധിക്കും. അതിൽ ആദ്യത്തേതാണ് അർച്ചന. മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ദേവതയ്ക്ക് അല്ലെങ്കിൽ ദേവന് പുഷ്പങ്ങളാൽ അർച്ചനയും നടത്തുന്ന വഴിപാടാണ് ഈ അർച്ചന. അഷ്ടോത്തര ശതനാമാർച്ചന, ത്രിതിശതി നാമാർച്ചന, ചതുശതി നാമാർച്ചന, സഹസ്രനാമാർച്ചന, ഭാഗ്യസൂക്തം, പുരുഷസൂക്തം, ഐക്യമത്യ സൂക്തം എന്നീ മന്ത്രങ്ങളെല്ലാം ജപിച്ചുകൊണ്ടുള്ള അർച്ചനയൊക്കെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നതാണ്. രണ്ടാമത്തേതാണ് അഭിഷേകം. ദാരു, കടുശർക്കര ബിംബങ്ങൾ ഒഴിച്ച് മറ്റുള്ള എല്ലാ ഭഗവാന്റെയും ദേവിയുടെയും പ്രതിഷ്ഠയിൽ അഭിഷേകം പതിവായിട്ട് നടത്തുന്നതാണ്. ശുദ്ധജലം, പാല്, നെയ്യ്, ഇളനീര്, എണ്ണ, പനിനീർ, കളഭം, പഞ്ചാമൃതം തുടങ്ങിയവയെല്ലാം അതാത് ദേവതകൾക്ക് അനുസരണമായിട്ട് അഭിഷേകത്തിനായിട്ട് ഉപയോഗിക്കുന്നു. മൂന്നാമതായിട്ടുള്ള വിഭജനമാണ് ചന്ദനം ചാർത്ത്. ചന്ദനം ചാർത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. ദേവബിംബങ്ങളിൽ മുഖം മാത്രമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ പ്രതിഷ്ഠയിൽ ചന്ദനം ചാർത്തുന്ന വഴിപാടാണത്. ചന്ദനം ചാർത്തുന്നതിൽ നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഗുരുവായൂർ അമ്പലങ്ങളിൽ ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവാന്റെ പ്രതിഷ്ഠയിൽ തിരുമേനിക്ക് ഭഗവാൻ മനസ്സിൽ തോന്നിപ്പിക്കുന്ന രൂപം തിരുമേനി ഭഗവാന് ചാർത്താറുണ്ട്. ആ ചാർത്തുന്ന രൂപമാണ് നമ്മൾ ഉച്ചപൂജയ്ക്ക് ശേഷം തുടർന്ന് ചെല്ലുമ്പോൾ കാണുന്നത്. അപ്പോൾ ചന്ദനം ചാർത്താണ് അത് മൂന്നാമതായിട്ടുള്ളൊരു വഴിപാട്. 4 പറയുന്നത് നിവേദ്യമാണ്. നിവേദ്യങ്ങൾ ഓരോരോ ദേവതാ സങ്കല്പം അനുസരിച്ച് വ്യത്യസ്തമാണ്. അതിൽ ത്രിമധുരം, വെള്ള നിവേദ്യം, പായസ നിവേദ്യം, മലർ നിവേദ്യം, അപ്പ നിവേദ്യം എന്നിവയൊക്കെ പ്രധാനമാണ്. ഈ പായസ നിവേദ്യത്തിൽ തന്നെ പായസം പലതരത്തിലുണ്ട്. പാൽപ്പായസത്തിൽ പേര് കേട്ടതാണ് അമ്പലപ്പുഴ പാൽപ്പായസം, നെയ്പായസം, കൂട്ടുപായസം, കടും പായസം, അങ്ങനെ പല വിധത്തിൽ തന്നെ പായസ നിവേദ്യമുണ്ട്. 5ാമത്തെ വിഭജനമാണ് വിളക്ക്. വിളക്കുകളിൽ ഏറ്റവും പ്രധാനം നെയ്വിളക്കാണ്. പൊതുവേ ശ്രീകോവിലിനുള്ളിലാണ് ഈ നെയ്വിളക്ക് തെളിക്കാറുണ്ട് അല്ലേ. പിന്നെ എള്ളെണ്ണ, വെളിച്ചെണ്ണ എന്നിവ അകത്തും പുറത്തുമായിട്ട് തെളിക്കാറുണ്ട്. ഈ പുറത്ത് എന്ന് ഉദ്ദേശിച്ചത് വിളക്കുമാടം പോലെയുള്ള ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് അകത്തും പുറത്തുമായിട്ട് വെളിച്ചെണ്ണ, എള്ളെണ്ണ ഉപയോഗിച്ച് തെളിക്കാറുള്ളത്. 6ാമത്തേതാണ് പുഷ്പാഞ്ജലി.
പുഷ്പാഞ്ജലി നാം എപ്പോഴും കേൾക്കുന്ന വളരെ പരിചിതമായിട്ടുള്ളൊരു വാക്കാണ്. ഒരിക്കലെങ്കിലും ഒരു പുഷ്പാഞ്ജലി കഴിക്കാത്തവരായിട്ടൊരു ഹിന്ദു വിശ്വാസി ഉണ്ടായിരിക്കുകയില്ല. കാരണം എന്താ? ഒരു പ്രത്യേക മന്ത്രം ജപിച്ചുകൊണ്ട് പൂവ്, ജലം, ഫലം, ഇല എന്നീ 4 ദ്രവ്യങ്ങൾ ചേർത്ത് ദേവതയ്ക്ക് ധ്യാനപൂർവ്വം അർപ്പിക്കുന്നതാണ് പുഷ്പാഞ്ജലി. അതാണ് ഒരു ആരാധനയിലെ ക്രമം. ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രചാരപ്പെട്ടതും പ്രധാനപ്പെട്ടതും ഏറ്റവും ലളിതമായ ഒരു വഴിപാടാണ് പുഷ്പാഞ്ജലി അഥവാ പുഷ്പാർച്ചന എന്ന് പറയുന്നത്. ഓരോരോ ദേവതയുടെയും മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് പൂക്കൾ കൊണ്ട് നടത്തുന്ന അർച്ചനയും അഞ്ജലിയുമാണ് പുഷ്പാഞ്ജലി. എല്ലാ ക്ഷേത്രങ്ങളിലും കാണുന്ന ഒരു ലളിതമായ വഴിപാടാണ് പുഷ്പാഞ്ജലി എന്നുള്ളത്. പുഷ്പാഞ്ജലി ഇല്ലാത്ത ക്ഷേത്രങ്ങൾ തന്നെ ഇല്ലെന്നാണ് തോന്നുന്നത്. പിന്നെ പൂക്കൾ കൊണ്ട് നടത്തുന്ന ഈ അർച്ചനയെ പുഷ്പാഞ്ജലി എന്നോ അർച്ചനയെന്നോ നമുക്ക് വിളിക്കാം. പൂക്കളുടെയും പൂജാദ്രവ്യങ്ങളുടെയും മാറ്റത്തിനനുസരിച്ച് പുഷ്പാഞ്ജലി പലതരത്തിലുണ്ട്. വലിയ പുഷ്പാഞ്ജലി, ചെറിയ പുഷ്പാഞ്ജലി, വെള്ള പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി, പുരുഷസൂക്ത പുഷ്പാഞ്ജലി, ഗുരുതി പുഷ്പാഞ്ജലി, സ്വയംവര പുഷ്പാഞ്ജലി എന്നിങ്ങനെ പലതരം പുഷ്പാഞ്ജലികളുണ്ട്. ഈ 6 വിഭജനമാണ് പ്രധാനമായും വഴിപാടുകളെ വേർതിരിച്ച് കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. ഹരേ